ഇത്ര ആനകൾ ഉണ്ടാകുമെന്നൊന്നും ഞങ്ങൾ കരുതിയില്ലായിരുന്നു. പശുക്കളെ ഇങ്ങനെ തൊഴുത്തിൽ കെട്ടിയിരിക്കുന്ന പോലെയാണ് ആനകളെ കെട്ടിയിരിക്കുന്നത്. കണ്ടില്ലേ? ഇത് ഇവിടെ നിന്ന് ഫ്രെയിമിൽ നോക്കുമ്പോൾ തന്നെ കാണാം 1, 2, 3, 4 അങ്ങനെ ഒരുപാട് ആനകളാണ്. ഒരു ഏകദേശം ഒരു 50ഓളം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ എണ്ണം എടുത്തിട്ടില്ല. കാരണം എവിടെ നോക്കിയാലും തിരിഞ്ഞ് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നോക്കിയ ആനകളാണ്. എല്ലാം ഇങ്ങനെ കെട്ടിയിട്ട് ഭക്ഷണമൊക്കെ കൊടുത്ത് വലിയ ആനകൾ. എല്ലാ ആനകൾക്കും ഓരോരോ പേരുണ്ട് കേട്ടോ. പേരിങ്ങനെ നന്ദിനി, അങ്ങനെ ശങ്കരൻ, അങ്ങനെ ഒരുപാട് പേരുകൾ, ആനയുടെ പേരുകൾ കൂടി എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതാ കണ്ടില്ലേ, ഒരുപാട് ആനകൾ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ആനകളെയൊക്കെ ഇത്രയും അടുത്ത് നമ്മളിങ്ങനെ കാണുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നതിനിടെ ആനേനെ കാണുന്ന ഒരു ആകാംക്ഷയിലായിപ്പോയി. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ വീഡിയോ ഇങ്ങനെ ഒന്ന് ഓടിച്ചെടുത്തു. പിന്നെ ഫോട്ടോ എടുക്കണം എന്നുള്ള ഒരിതായി. മോളും കണ്ണൊക്കെ ഫോട്ടോ എടുക്കലായി. പിന്നെ പേടിയുണ്ട്. ഇങ്ങനെ ചങ്ങലയിൽ കെട്ടിയിട്ടിട്ട് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നാൽ നമ്മളെ തൊടാം. അങ്ങനെയുള്ള അടുത്താണ്, അത്രയും അടുത്താണ്. ഇത് കണ്ടില്ലേ, ഹൈറ്റ് കുറഞ്ഞിട്ടുള്ളതാണ്. ഇതാ കണ്ടോ, ചങ്ങലേൻ്റെ അടുത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഓടി വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ തൊടാൻ പറ്റും. അപ്പോൾ പേടിയുണ്ട്, എന്നാലും ഒരു ധൈര്യത്തിൽ നമ്മളവിടെ നിന്നിങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തു, കാഴ്ചകളൊക്കെ കണ്ടു. നല്ല രസമുണ്ട്. അപ്പോൾ ഗുരുവായൂരിൽ നിങ്ങൾ അമ്പലത്തിൽ വരികയാണെങ്കിൽ എന്തായാലും ആനപ്പന്തിയിലും കൂടി വരണം. നമ്മൾ ആദ്യമൊക്കെ ഗുരുവായൂരിൽ വന്നപ്പോൾ ആനപ്പന്തിയിലൊന്നും വന്നില്ല. കുറച്ച് ഇങ്ങോട്ട് ഉള്ളിലേക്കാണ്. അപ്പോൾ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ആ വരുന്ന വഴിക്ക് തന്നെയാണ്. അപ്പോൾ ആനപ്പന്തിയിൽ കൂടി വന്നാൽ ഇവിടുത്തെ ഈ ഇത്രയും ഭംഗിയുള്ള നല്ല സുന്ദരമായ കാഴ്ചകൾ കൂടി കാണാം. കണ്ടില്ലേ, ആന ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് ഓരോന്ന് കാണിക്കുന്നതൊക്കെ എന്ത് രസം അറിയാം. എല്ലാ ആനകളും അതിങ്ങനെ ആടിക്കൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവർ ട്രെയിൻ ചെയ്തെടുത്തതാ തോന്നുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കാണാൻ. केरला की बड़ी सी जो टेम्पल है, कृष्णा की गुरुवायूर टेम्पल, उस सब की हाथी है। जब टेम्पल में फेस्टिवल होता है तो ये सब हाथी को ले जाते हैं। ആനക്കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ഐസ്ക്രീം കടയുണ്ട്. നല്ല എല്ലാ സൈസ് ഐസ്ക്രീമും കിട്ടുന്ന ഒരു കടയാണ്. ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ടായിരുന്നു പോയത്. നല്ല തിരക്കായിരുന്നു അവിടെ. അപ്പോൾ ഇനി തുടർന്നുള്ള യാത്രയിലെ ബാക്കി വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെല്ലൈക്കൻ്റെ അടുത്തുള്ള ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കണം. അതൊന്ന് ചെക്ക് ചെയ്യുക. ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതാനുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ എഴുതുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.